റജബ് കടന്നു വരുമ്പോ വിശ്വാസികളെ നമ്മൾ ആ റജബിൽ കാര്യമായി നടത്തേണ്ട ഒരു ദുആയുണ്ട്. നമ്മളിൽ ഓരോരുത്തരും അനവധി തവണ കേട്ട ദുആ തന്നെയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണമേ അല്ലാഹ് തൗഫീഖ് തരട്ടെ. സഹോദര സഹോദരി, റജബങ്ങ് ആസന്നമായാൽ പിന്നീട് ദുആയിൽ നിരന്തരമുണ്ടാകേണ്ടതാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണം. പരിശുദ്ധ റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണം അല്ലാഹ്. എന്താ ഈ റജബിലും ശഅബാനിലും ബറക്കത്ത് പറഞ്ഞ? റജബിലും ശഅബാനിലുള്ള ബറക്കത്ത് എന്താ? അപ്പൊ റജബിലും ശഅബാനിലും മാത്രം മതിയോ ബറക്കത്ത്? എന്താ ഇപ്പൊ പ്രത്യേകിച്ച് റജബിലും ശഅബാനിലും ഒരു ബറക്കത്ത്? എന്താണ് റജബിലും ശഅബാനിലുമുള്ള ബറക്കത്ത്? ബറക്കത്ത് എന്നാൽ സിയാദത്തുൽ ഖൈർ, ഖൈർ വർദ്ധിച്ചു കിട്ടലാണ്, ഖൈറായ അമലുകൾ വർദ്ധിക്കലാണ്. പ്രത്യേകം ബഹുമതിയുള്ള മാസമായത് കൊണ്ടാണ് റജബിലും ശഅബാനിലും ഈ ഖൈറായ അമലുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീക്കിന് വേണ്ടി ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്യുന്നത്. ജല്ല ജലാലായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധ റജബിലും ശഅബാനിലും എല്ലാ ബറക്കത്തും അനുഭവിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അപ്പൊ നിയ്യത്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ റജബും ശഅബാനും റമളാനും എല്ലാ അർത്ഥത്തിലും എനിക്ക് ഉപകരിക്കുന്ന നിലക്ക് ഉപയോഗപ്പെടുത്തണം. ഹറാമാത്തുകളൊന്നും വരാതെ സൂക്ഷിക്കണം. സാലിഹായ അഅ്മാലുകൾ എന്തൊക്കെയുണ്ടോ പരമാവധി അതൊക്കെ ചെയ്തു തീർക്കണം. 4 മാസങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പരമപരിശുദ്ധിയുള്ള മാസം. അതിലൊന്ന് റജബാണ്. എന്താണ് ഈ പരിശുദ്ധി? സാലിഹായ അഅ്മാലുകൾക്ക് പ്രതിഫലം ഇരട്ടിക്കലും തിന്മകൾക്ക് ശിക്ഷ കൂടലുമാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് റജബിന്റെ തുടക്കം മുതൽ തന്നെ ഇതിനെ പരിഗണിക്കാൻ നമുക്ക് നിയ്യത്ത് ചെയ്യാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. ഒന്ന്, റജബിന്റെ ആദ്യത്തെ രാവിനെ ഉപയോഗപ്പെടുത്തുക. റജബിന്റെ ആദ്യത്തെ രാവിനെ ഉപയോഗപ്പെടുത്തുക. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതെന്താ? മന്നഹിയാ അവ്വല ലൈലത്തിൻ മിൻ റജബ ലം യമുത് ഖൽബുഹു ഇദാ മാതത്തിൽ ഖുലൂബ് വസബ്ബല്ലാഹുൽ ഖൈറ മിൻ ഫൗഖി റഅസിഹി സബ്ബാ. ശ്രദ്ധിക്കണം. അള്ളാഹു നല്ല ഓർമ്മശക്തി നമുക്ക് തരട്ടെ. അള്ളാഹു ഈ മജ്ലിസ് കൊണ്ടൊക്കെ നല്ല ഉണർവോടുകൂടെ അഅ്മാലുകൾ വർദ്ധിപ്പിച്ച് ദുനിയാവും ആഖിറവും സന്തോഷകരമാകുന്ന നിലക്ക് ഈ മാസങ്ങളെ ദിവസങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് ശ്രദ്ധിക്കണം. എന്താണ് ഈ പറയുന്നത് എന്ന് ഉൾക്കൊള്ളണം. മന്നഹിയാ, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മന്നഹിയാ അവ്വല ലൈലത്തിൻ മിൻ റജബ്, റജബിന്റെ ആദ്യത്തെ രാത്രിയെ ഒരാൾ ഹയാത്താക്കിയാൽ, ഇലാഹായ റബ്ബുമായുള്ള ബന്ധം രൂഢമൂലമാക്കുന്ന നിലക്ക് ഉപയോഗപ്പെടുത്തിയാൽ, ലം യമുത് ഖൽബുഹു ഇദാ മാതത്തിൽ ഖുലൂബ്, ഹൃദയങ്ങളൊക്കെ ചത്ത് മരവിക്കുന്ന ദിവസത്തിൽ അവന്റെ ഹൃദയത്തിന് മരവിപ്പുണ്ടാവുകയില്ല, അവന്റെ ഹൃദയം നിലച്ചു പോകില്ല. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരാ സഹോദരി, ശ്രദ്ധിക്കണം. പരമാവധി ഇൻഷാ അല്ലാഹ് ഉപയോഗപ്പെടുത്തണം. എന്നാൽ അവന്റെ ഹൃദയത്തിന് ആകെ മരവിപ്പ് ബാധിക്കുന്ന ദിവസത്തിൽ അവന്റെ ഹൃദയത്തിനൊരു മരവിപ്പും ഉണ്ടാവില്ല.
അന്തം വിട്ടു പോകൂല പരലോകത്ത്, മരവിച്ചു പോകുന്നൊരവസ്ഥ പരലോകത്ത് ഉണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. മാത്രമല്ല ഹബീബായ നബി തങ്ങൾ പറയുന്നത് വസബ്ബല്ലാഹുൽ ഖൈറ മിൻ ഫൗഖി റഅസിഹി സബ്ബാ, അവനിലേക്ക് അല്ലാഹു ഖൈറിനെ ഒന്നാകെ ചൊരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. സബ്ബ എന്ന് പറഞ്ഞാൽ ചൊരിച്ചു കൊടുക്കുക. കൊടുക്കലും ചെരിഞ്ഞൊടുക്കലും ഒരുപോലെയാണോ? ഒരു സംഗതി കൊടുക്കലും ചെരിഞ്ഞു കൊടുക്കലും ഒരുപോലെയാണോ? അല്ലല്ലോ. കണക്കും കയ്യില്ലാതെ കൊടുക്കുന്നതിന് എന്ത് പറയാ? ചെരിഞ്ഞൊടുക്കുക എന്ന് പറയാ. റജബിന്റെ ആദ്യത്തെ രാവിനെ അള്ളാന്റെ വജ്ഹ് കാംക്ഷിച്ച് ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ വസബ്ബല്ലാഹു അലൈഹിൽ ഖൈറ മിൻ ഫൗഖി റഅസിഹി സബ്ബാ, അവനിലേക്ക് അല്ലാഹു ഖൈറിനെ ഒന്നാകെ ചൊരിഞ്ഞു കൊടുക്കും. പടച്ചോനെ നീ തൗഫീഖ് തരണേ റബ്ബേ. അന്നൊക്കെ ഒരു തരം ഗഫ്ലത്ത് പിടിപെട്ട് അശ്രദ്ധരായി മാറുന്നതിനെ തൊട്ട് നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ പടച്ചോനെ. മാത്രമല്ല സഹോദരാ സഹോദരി, വഖറജ മിൻ ദുനൂബിഹി കയൗമ വലദത്ഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസത്തിൽ എപ്രകാരം അവൻ ദോഷങ്ങളിൽ നിന്ന് മുക്തമാണോ അതുപോലെ ദോഷങ്ങളിൽ നിന്ന് മുക്തമാവാനും ഇത് കാരണമാകുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഇൻഷാ അല്ലാഹ് ആ ഒരു രാത്രിയെ ഹയാത്താക്കാനുള്ള ഒരു നിയ്യത്തോടുകൂടെ നമുക്ക് പോകാം. പടച്ചോനെ നീ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ, നീ ഞങ്ങൾക്ക് ഖൈറ് നൽകണേ റബ്ബേ. എങ്ങനെയൊക്കെയാ അപ്പോൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്തൊക്കെ? സാധാരണ ഒരു രാത്രിയിൽ ചെയ്യേണ്ട നന്മകൾ എന്തൊക്കെയുണ്ടോ അത് അന്നത്തെ രാത്രി എന്തായാലും ചെയ്യണം. സാധാരണ രാത്രിയിൽ ചെല്ലാറുള്ള നന്മകളില്ലേ, അതിനൊരു മുടക്കവും വരാതെ ശ്രദ്ധിക്കണം. സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും ഓതേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. റജബിന്റെ ആദ്യത്തെ രാത്രിയിൽ അതൊരിക്കലും നമ്മൾ മറക്കരുത്. മുൽക്കുന്ന സൂറത്തോതിയെല്ലാ രാത്രിയിൽ അവനും സുആലില്ലെന്ന് വന്നു ഹദീസതിൽ. മുൽക്കുന്ന സൂറത്തോതിയെല്ലാ രാത്രിയിൽ അവനും സുആലില്ലെന്ന് വന്നു ഹദീസതിൽ. എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഹിയൽ മാനിഅതു ഹിയൽ മുൻജിയതു തുൻജീഹി മിൻ അദാബിൽ ഖബരി. ഇൻഷാ അല്ലാഹ് ഖബറിന്റെ ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. ഖബറിൽ അത് രക്ഷകനായി വരും. ഖബറിൽ അത് റാഹത്തുണ്ടാക്കും. ചോദ്യത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമാകും. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അന്നെന്തായാലും അത് ഒഴിഞ്ഞു പോകാൻ പാടില്ല. പിന്നെയോ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ വാഖിയ എല്ലാ രാത്രിയിലും ഓതേണ്ട സൂറത്താണ്. ഈ രാത്രിയെ ഹയാത്താക്കുന്നതിൽ തീർച്ചയായും അതുൾപ്പെടും. സൂറത്തുൽ വാഖിയയും ഇൻഷാ അല്ലാഹ് റജബിന്റെ ആദ്യ രാത്രിയിൽ നമ്മളെല്ലാവരും ഓതിയിരിക്കണം. പിന്നെയോ ഖൽബുൽ ഖുർആനാണ് സൂറത്ത് യാസീൻ. ഒരു രാത്രിയിൽ ഒരാൾ സൂറത്ത് യാസീൻ ഓതിയാൽ ആ രാത്രിക്കത് മതിയാകുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ആദ്യത്തെ രാത്രിയിൽ ഒരു യാസീനും മറക്കരുത്. പിന്നെയോ റജബിനെ കുറിച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതെന്താ? റജബിനെ കുറിച്ച് പറഞ്ഞത് റജബുൻ ശഹ്റുൽ മഗ്ഫിറ. റജബ് ദോഷങ്ങൾ പൊറുപ്പിക്കാനുള്ള മാസമാണ്. അതുകൊണ്ട് നിർബന്ധമായും ഇൻഷാ അല്ലാഹ് ആ രാത്രിയിൽ പരമാവധി അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത് ആവുന്നത്ര ചൊല്ലുക, വർദ്ധിപ്പിക്കുക. 101, 111, 113 ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് റജബിന്റെ ആദ്യ രാത്രിയിൽ എത്ര ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും. കേൾക്കണില്ലേ?
ഇത് കൽബോണ്ട് കേൾക്കണം. ഇത് നമ്മൾ ഓരോരുത്തരും ഇൻഷാ അള്ളാഹ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ബയ്യൽ സഹീഫതക സൗദാ ഫി റജബി ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. ബയ്യൽ സഹീഫതക സൗദാ ഫി റജബി ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. സഹോദര സഹോദരി, ബയ്യൽ നീ വെളുപ്പിക്കണം സഹീഫതക മറ്റു മാസങ്ങളിൽ ദോഷങ്ങളെ കൊണ്ട് കറുത്തുപോയ, ദോഷങ്ങൾ ചെയ്തിട്ടത് രേഖപ്പെടുത്തപ്പെട്ട ആ സഹീഫത്ത്, ആ ഏടിനെ നീ വെളുപ്പിക്കണം ഫീ റജബിൻ, റജബ് മാസത്തിൽ. അപ്പോ ആ ഏടിലുള്ള കറുപ്പ് മാഞ്ഞു കിട്ടണം. ദോഷങ്ങൾ മായാനുള്ള പണി എന്തെന്ന്? ഒന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇൻഷാ അല്ലാഹ് പരമാവധി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടത്തിൽ പറയാണ്, ഇത് ഇസ്തിഗ്ഫാറിന്റെ മാസാണ്. ഇസ്തിഗ്ഫാറിന്റെ മാസം ഇൻഷാ അല്ലാഹ് പരമാവധി വർദ്ധിപ്പിക്കണം. റജബ്, ശഅബാൻ, റമളാൻ ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും അസ്റിന് ശേഷം ഒരാൾ ഇസ്തിഗ്ഫാറിൽ ലയിച്ചാൽ അല്ലാഹുവേ അവന്റെ മലക്കുകളോട് അല്ലാഹു പറയുമത്രേ, അഹ്രിഖ സഹീഫത ദുനൂബിഹി വഖതായ, അവന്റെ ദോഷങ്ങളുടെ ഏടിനെ നിങ്ങൾ കരിച്ചു കളയണം, എഴുതപ്പെട്ട ദോഷങ്ങളൊക്കെ മയച്ചു കളയണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ രണ്ട് മാലാഖമാരോട് റഖീബ് അതീദിനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. സഹോദര സഹോദരി, റജബിലും ശഅബാനിലും റമളാനിലും അസ്റിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറുൽ ദംബി സത്താറുൽ ഉയൂബി വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ദർറൻ വലാ നഫഅ വലാ മൗതൻ വലാ ഹയാത വലാ നുശൂറാ. ഈ ദിക്ർ റജബ്, ശഅബാൻ, റമളാൻ ഈ 3 മാസത്തിലും അസ്റിന് ശേഷം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഇതൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാലോ, യൂട്യൂബ് നമുക്ക് കേൾക്കാലോ. നമ്മൾ ഈ വയൽ തന്നെ നമ്മളൊന്ന് വെച്ച് നോക്കിയാൽ ആ ദിക്ർ നമുക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ ചൊല്ലി ആ കൂട്ടത്തിൽ നമ്മൾ കണ്ട് ചൊല്ലി ഇതെല്ലാ ദിവസവും ഒന്ന് പതിവാക്കിയാൽ മലക്കുകളെ വിളിച്ചിട്ട് അള്ളാഹു പറയും, അവൻ്റെ ആ ഏടിൽ എഴുതി വെച്ച ആ ദോഷങ്ങളൊക്കെ കണ്ടിട്ട് മയച്ചു കളഞ്ഞാലാ, അല്ലെങ്കിൽ അവൻ്റെ ദോഷത്തിൻ്റെ ഏടിനെ തന്നെ കരിച്ചു കളയൂ എന്ന് അള്ളാഹു പറയുമെന്ന് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുകയാണ്, അവനല്ലാതെ ഒരു ഇലാഹില്ല. ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും, അൽ ഖയ്യൂമോ എല്ലാത്തിനെയും നേരാവണ്ണം നിലനിർത്തുന്നവനുമാണ്. അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഹയ്യാൻ, അവനൊരിക്കലും അന്ത്യമില്ല, അവന് മൗത്തില്ല. അൽ ഖയ്യൂമോ, അവൻ സ്വയം നിലനിൽക്കുന്നുവെന്ന് മാത്രമല്ല, സ്വയം നിലനിൽക്കുന്നവനും മറ്റെല്ലാത്തിനെയും നിലനിർത്തുന്നവനുമാണ്. അവൻ ഗഫാറുൽ ദംബി, ദോഷത്തെ വല്ലാതെ പുറത്തു തരുന്നവനാണ്. അർച്ചോനെ ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കണേ റബ്ബേ. ഒരു മജ്ലിസ് കൊണ്ട് തന്നെ എത്ര ദോഷങ്ങൾ പുറത്തു കിട്ടും. ഈ മജ്ലിസ് അങ്ങനത്തെ മജ്ലിസാക്കി തരണേ റബ്ബേ. ഞങ്ങളൊക്കെ അൽഹംദുലില്ലാ പരമാവധി 2 ആഴ്ച കൂടുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ മജ്ലിസ് ഉള്ളത്. പരമാവധി മുടങ്ങാതെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും വിളയിൽ പറപ്പൂര് നടക്കുന്ന മജ്ലിസിൽ പങ്കെടുക്കുന്ന അനവധി മുഅ്മിനീങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അതൊക്കെ വലിയ ഒരു പ്രതീക്ഷയിലാണ്. പടച്ച റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. ഓരോ ആഴ്ചയിലുമുള്ള എല്ലാ ദോഷങ്ങളും കൃത്യമായി ശുദ്ധിയാക്കി
ഹൃദയത്തിൽ നിന്നതിൻ്റെ കറകൾ നീങ്ങി ഞങ്ങളെ ദറജ കൂടി എപ്പം മരിക്കുകയാണെങ്കിലും പരമപരിശുദ്ധിയോടുകൂടെ മരണപ്പെടാൻ ഈ മജ്ലിസുകളൊക്കെ അല്ലാഹുവേ നീ കാരണമാക്കണേ റബ്ബേ. അള്ളാഹിനെ കുറിച്ച് പറയാൻ എല്ലാ റജബ് ശഅബാൻ റമളാനിൽ അസ്റിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗാഫിറുൽ ദംബി ഗഫാറുൽ ദംബി ദോഷങ്ങളെ വല്ലാതെ പൊറുക്കുന്നവനാണവൻ സത്താറുൽ ഉയൂബ് ഐബുകളെ വഷളത്തരങ്ങളെ മറ്റൊരാൾ അറിയാൻ മടിക്കുന്ന വെറുക്കുന്ന കാര്യങ്ങളെ ആരെയും അറിയിക്കാതെ മറച്ചു വെക്കുന്നവനാണവൻ. അല്ലാഹു ആ കാര്യത്തിലൊക്കെ എത്ര വലിയ അനുഗ്രഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ തെറ്റ് മറ്റൊരാൾ അറിയിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകളൊക്കെ ചില തിന്മകളൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, വലിയ അഭിമാനത്തോടുകൂടെ ചെയ്ത തെറ്റുകൾ പരസ്യമാക്കുന്ന ആളുകളുണ്ട്. ചെയ്തു പോകല്ലേ മുഅ്മിൻ. തൗബയില്ലാത്ത ചില ആളുകളെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒരു വിഭാഗം ഈ തെറ്റിനെ പരസ്യപ്പെടുത്തുന്നവരാണ്. എന്തൊരു തമ്മാടിത്തരം ചെയ്തു, ചെയ്യാൻ പാടില്ലാത്തൊരു ദോഷം ചെയ്തിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇത് അഭിമാനം പോലെ പറഞ്ഞു നടക്കുക. മറ്റുള്ളവരെ അത് പറഞ്ഞിട്ട് അവരത് കേൾക്കുന്നതിൽ ഒരു ആനന്ദം കണ്ടെത്തുക. ഇങ്ങനെയുള്ള ആളുകൾക്ക് തൗബയില്ല, അവർ ഫീ ലഅനത്തില്ല, അവർക്ക് തൗബയില്ലെന്ന് മാത്രമല്ല അവർ അല്ലാഹുവിൻ്റെ ശാപത്തിലാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. തെറ്റ് ഒരാൾ ചെയ്താൽ അത് അയാൾ മറച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹു അയാൾക്ക് തൗബ കൊടുക്കും. അള്ളാഹു സത്താറുൽ ഉയൂബ്, ഈ ദോഷങ്ങൾ തെറ്റുകൾ മറച്ചു വെക്കുന്നവനാണ്. അത് അള്ളാഹിന്റെ വിശേഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഗഫാറുൽ ദംബി വസത്താറുൽ ഉയൂബ്. ഐബുകളെ വഷളത്തരങ്ങളെ മോശപ്പെട്ട കാര്യങ്ങളെ വല്ലാതെ മറച്ചു വെക്കുന്നവൻ. വാതൂബു ഇലൈഹി, ആ റബ്ബിലേക്ക് ഞാൻ മടങ്ങുകയാണ്, തൗബ ചെയ്യുകയാണ്. എങ്ങനെയുള്ള തൗബയാണ് എൻ്റെ തൗബ? തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി, ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോട് ദുൽമ കാണിച്ചു പോയി, സ്വന്തം തടിയോട് ദുൽമ കാണിച്ച, അതിക്രമം കാണിച്ച ഈ അബ്ദ് അല്ലാഹുവേ നിന്നിലേക്ക് കൃത്യമായ തൗബ ചെയ്ത് മടങ്ങുകയാണ്. ലാ യംലികു ദർറൻ വലാ നഫഅ, ഒരിക്കലും ഒരു ഉപകാരത്തെയും ഉപദ്രവത്തെയും ഉടമയാക്കാത്തവനാണ് അല്ലാഹു. ആരെന്ത് ചെയ്താലും അല്ലാഹ്ക്ക് അതുകൊണ്ടൊരു ഗുണമോ അല്ലാഹ്ക്ക് അതുകൊണ്ടൊരു ദോഷമോ ഉണ്ടാവോ? നമ്മളെല്ലാവരും കൂടിയായിട്ട് ഇരുന്ന് റമളാൻ കഴിയുന്നത് വരെ ഒരു മിനിറ്റ് ഒഴിവില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അഫ്ളലു ദിക്ർ എന്നാണ്ട് ചൊല്ലി, അതുകൊണ്ട് ഇപ്പം അള്ളാന്റെ പവർ എന്തെങ്കിലും കൂടുവോ? അള്ളാന്റെ അധികാരം എന്തെങ്കിലും കൂടുവോ? അള്ളാഹ്ക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം കൂടുതൽ കിട്ടുമോ? എവിടുന്ന് കിട്ടാൻ? ആര് കൊടുക്കാൻ? ഇല്ല. നമ്മളാരും അള്ളാഹ്ക്ക് ഒരു സുജൂദ് പോലും ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും അവർ തീരുമാനിച്ചു, എന്താണെന്നറിയോ? ഇനി ആരും ഒരു സുജൂദ് പോലും ചെയ്യുന്നില്ല, ഒരു അൽഹംദുലില്ലാ പറയുന്നില്ല. അതുകൊണ്ട് അള്ളാഹു കുടുങ്ങുമോ? അതുകൊണ്ട് അള്ളാഹു കുടുങ്ങുമോ? അള്ളാഹ് അതുകൊണ്ടൊന്നും വരാനില്ല. അതാണ് അള്ളാഹു. അതാണ് അല്ലാഹു. ലാ യംലികു ദർറൻ വലാ നഫഅ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. അല്ലാഹുക്കൊരു മരണമോ ഒരു ജീവനോ, അല്ലാഹുവിന് മരണം, മരണാനന്തര ജീവിതം, അങ്ങനെ ഒരു സംഭവം അല്ലാഹ്ക്കുണ്ടോ? അല്ലാഹ്ക്കില്ല. ഇങ്ങനെയുള്ള അല്ലാഹുവിലേക്ക് ഇതാ ഞാൻ ഖേദിച്ച് മടങ്ങുകയാണ്. ഈ ദിക്ർ റജബിലും ശഅബാനിലും റമളാനിലും അസ്റിന് ശേഷം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ മാലാഖമാരോട് അല്ലാഹു പറയുമത്രേ, അഹ്രിഖാ സഹീഫത ദുനൂബിഹി വഖതായാ, അവൻ്റെ ദോഷങ്ങൾ തിന്മകൾ അതിൻ്റെ ഏടുകൾ നിങ്ങൾ കരിച്ചു കളയൂ എന്ന മലക്കുകളോട് അല്ലാഹു പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നന്മകളൊക്കെ ജീവിതത്തിൽ പകർത്തുന്നവരിൽ നമ്മളിൽ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.